ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ CGL ടയർ 2ൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു GK നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളെപ്പറ്റി ഡയറക്റ്റ് റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ അതേപോലെ ചോദിച്ച ചോദ്യങ്ങളെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോ നമ്മൾ 2-3 ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. ഒന്നാമത്തേത് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് അതുപോലെ വന്ന 100% റിഫ്ലക്ഷൻ, അതായത് ആ ഒരു പോയിന്റ് അതുപോലെ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഞാൻ പഠിക്കുക കൊണ്ടുവന്ന് കലവടച്ചതാണ്, അതായത് ആ ഒരു പോയിന്റ് വരെ നിങ്ങൾ പഠിപ്പിച്ചു, പക്ഷേ ചോദിച്ച എക്സാക്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. മൂന്നാമത്തേത് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്താലും ഇല്ലെങ്കിലും എലിമിനേഷൻ വഴി നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് എങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഈ 3 കാര്യങ്ങളാണ്. നാലാമത്തേത് സ്വാഭാവികമായിട്ടും ക്ലാസ്സിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഈ വീഡിയോ അത് എത്ര മിനിറ്റ് ആയിക്കൊള്ളട്ടെ, ആ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സുള്ളപ്പോൾ, അതായത് ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ കഴിയുമ്പോൾ മാത്രമേ നിങ്ങളിത് കാണാമുള്ളൂ. ഇപ്പോൾ കാണാനൊരു മൂഡല്ലേ, നിങ്ങളിത് പോസ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നിർത്തി വെച്ചിട്ട് നിങ്ങൾ പോയിക്കോ. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ PYQ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ഇതിൽ പറയുന്ന അപ്രോച്ചസ് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അതെനിക്ക് വീഡിയോയുടെ താഴെ കമൻറ്റായി കാണാൻ സാധിക്കണം. അതെനിക്ക് കുറച്ച് എന്താ പറയുക, സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഫുൾ കാണാൻ മൈൻഡുള്ളപ്പോൾ മാത്രം കാണുക. നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മുടെ CGL ബാച്ചിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്ത ക്ലാസ്സിൽ ഞാൻ നൽകിയ സ്ലൈഡാണിത്. അപ്പോൾ നിങ്ങൾ CGL ബാച്ചിലുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്കറിയാം. ഇല്ല, നിങ്ങൾ വേറൊരു ബാച്ചിലുള്ള കുട്ടിയാണെങ്കിൽ CGL ബാച്ചിലുള്ള കുട്ടികളോട് ചോദിച്ചാൽ മതി. അതിൽ ഞാൻ വെച്ച ആദ്യത്തെ സ്ലൈഡ് ഡീകോഡിങ് ജനറൽ അവെയർനെസ് എന്നാണ്. ഓക്കെ, 100-ൽ 100 മാർക്കെന്നല്ല, ഡീകോഡിങ് ജനറൽ അവെയർനെസ്, അതായത് ജനറൽ നോളജ് നിങ്ങളോട് എങ്ങനെ ചോദിക്കുമെന്ന് നമുക്ക് ഡീകോഡ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഡീകോഡ് ചെയ്തു എന്നതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ തരാൻ പറ്റുന്നത്. അല്ലാതെ ഇതൊരു എന്താണ് പ്രഡിക്ഷൻ ഒന്നുമല്ല. നമുക്ക് PYQ മറ്റും നോക്കിക്കഴിഞ്ഞാൽ ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ നമുക്ക് ഡീകോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് പറ്റും. നിങ്ങൾക്കും അത് പറ്റട്ടെ, പരീക്ഷയിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ടയർ 1-ൽ ജനറൽ അവെയർനെസ്സിന് 25 ചോദ്യങ്ങളാണ്, 50 മാർക്കാണ് CGLൻ്റെ. ടയർ 2-ന് ജനറൽ അവെയർനെസ്സിൽ 25 ചോദ്യങ്ങളാണ്, ഓരോന്നിനും 3 മാർക്ക് വെച്ച് 75 മാർക്കാണ്. അപ്പോൾ നമുക്കറിയാം, ഈ 25-ൽ ഒരു 12-13 ചോദ്യത്തിൻ്റെ ഉത്തരം ജനറൽ നോളജ്, കറണ്ട് അഫെയർസ്, ജനറൽ സയൻസ് ഉൾപ്പെടെ 12-13 ചോദ്യത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 39 മുതൽ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ഡീസൻറ്റ് സ്കോർ. 54 കിട്ടിയ കുട്ടികളെ നമുക്കറിയാം കേട്ടോ, അതൊക്കെ അടിപൊളി സ്കോറാണ്, എക്സ്ട്രാ ഓർഡിനറിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. എന്താണ്? വി വിൽ ഡീകോഡ് ദിസ് ത്രൂ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടെക്നിക്. ഇത് ഞാൻ കണ്ടുപിടിച്ച ടെക്നിക്കൊന്നുമല്ല, പലരും സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത്, അത് ഞാനും സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു സാധനമാണ്. നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള PYQ, നമ്മുടെ സിലബസ്, എക്സാം പാറ്റേൺ, മറ്റുള്ള പരീക്ഷയിൽ വന്നിട്ടുള്ള പാറ്റേൺ ചേഞ്ച് എല്ലാം മനസ്സിലാക്കി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഇന്ന ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് ഒരു പരിധിവരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടോ, അത് വർക്കായിട്ടുണ്ടോ, അതിൻ്റെ തെളിവാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ 3 ഭാഗം ഉണ്ടായിരിക്കും. 1, 100% റിഫ്ലക്ഷൻ. 2, എവിടെയാണോ ഞാൻ പഠിക്കൽ കൊണ്ടുപോയിട്ട് കലമുടച്ചത്. 3, എലിമിനേഷനും നിങ്ങളുടെ കോമൺ സെൻസും ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ ടയർ 2 എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. മധുര വാസ് ദ സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് ഡാഷ് ഡൈനാസ്റ്റി. മധുരയല്ല, അത് തമിഴ്നാടാണ്, പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റലാണ്. ഇത് മധുരയാണ്. മധുര നമുക്കറിയാം ഉത്തർപ്രദേശാണല്ലേ. കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടില്ല, കാരണം ഗുപ്ത, മൗര്യ, കുഷാനൊക്കെ ആ ഭാഗത്തുണ്ടായിരുന്നു. മൗഖ്രി നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷേ കനൗജ് ഭാഗത്ത്, ഉത്തർപ്രദേശ് ഭാഗത്തുണ്ടായിരുന്ന ഒരു ചെറിയ ഡൈനാസ്റ്റിയാണ്, നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രാധാന്യം കുറഞ്ഞാണ്, നമ്മൾ പഠിച്ചിട്ടില്ല. ഇനി നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച കണ്ടന്റിലേക്ക് വരാം. കണ്ടന്റിലേക്ക് വരുന്നതിന് മുന്നേ 18-നും 20-നുമാണ് CGL ടയർ 2 നടന്നത് കേട്ടോ. 20-ാം തീയതി മറ്റൊരു ചോദ്യം വായിച്ചേ. കനിഷ്ക എന്ന് പറയുന്ന കുഷാന രാജാവ് എത്രാമത്തെ കുഷാന രാജാവായിരുന്നു? അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ 3rd എന്ന് പറഞ്ഞിട്ടുണ്ട്, 4th ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇത് ആക്ച്വലി ഡിസ്പ്യൂട്ടഡ് ആണ്. നമുക്കിത് ക്വസ്റ്റ്യൻ റൈസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള തെളിവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്ലാസ്സിലേക്ക് വരാം. ഇത് തന്നെയാണ് കുഷാന എംപയറിൽ നമ്മൾ പഠിച്ചത് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡായിരിക്കും നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ കാണുന്നത്. കുഷാന എംപയറിൽ ഞാൻ പറഞ്ഞിരുന്നു, അവരുടെ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പെഷവാർ അല്ലെങ്കിൽ പുരുഷപുരിയാണ്. തക്ഷശില, ഗാന്ധാരയുടെ തലസ്ഥാനമായിട്ടുള്ള ഇന്നത്തെ പാകിസ്ഥാൻ ഭാഗത്ത് കാണുന്ന തക്ഷശിലയും ഉത്തർപ്രദേശിലെ മധുരയും അവരുടെ ക്യാപിറ്റലായിരുന്നു. അവരുടെ ഫൗണ്ടറാണ് കുജുല കാഡ്ഫീസസ്. അദ്ദേഹം കനിഷ്ക 1ൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ.
ചിലതിൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1, 2, 3ാമത്തെ റൂളറാണ് കനിഷ്ക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആകുമ്പോൾ 4ാമത്തെ റൂളറാവാൻ കനിഷ്ക. അങ്ങനെയാണെങ്കിൽ 3rd, 4th വരാം. അപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഒന്നുകൂടെ ഊന്നി ഞാൻ പറയാം. ഈ ഫിഗർ തന്നിരുന്നു. ഈ ഫിഗറിൽ ഉത്തർപ്രദേശ്, മധുര, പ്രധാനപ്പെട്ട ക്യാപിറ്റൽ പുരുഷപുര. ഇനി അങ്ങനെയല്ലേ, ഒന്നുകൂടെ കനിഷ്കയെ പറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട കുഷാന റൂളറായിട്ടുള്ള കനിഷ്കയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മൂപ്പരുടെ മെയിൻ ക്യാപിറ്റൽ പുരുഷപുരയും മധുരയുമായിരുന്നു. അതല്ലേ നമ്മുടെ ചോദ്യം, അല്ലേ? അതല്ലേ നമ്മുടെ ചോദ്യം. പറഞ്ഞേ, കനിഷ്കയെ പറ്റി പറഞ്ഞപ്പോൾ ഹി വാസ് എയ്തർ ദ 3rd or 4th റൂളർ. അത് സ്റ്റിൽ ഡിസ്പ്യൂട്ടഡ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്ത ഏറ്റവും ആദ്യം ഇഷ്യൂ ചെയ്ത രാജവംശം കുഷാനാസ് ആണ്. ഇതിൽ ഇവരുടെ ഗോൾഡ് കോയിൻ ത്രിപുരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയെന്നും ഈ ത്രിപുരി മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്താണെന്നും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ക്ലിയർ? മറ്റൊരു ചോദ്യത്തിൽ ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 4 റൂളേഴ്സ് അല്ലെങ്കിൽ 3 റൂളേഴ്സ് സംശയം പറഞ്ഞില്ലേ? കുജല കാഡ്ഫീസസ് ഫൗണ്ടർ, വിമ താക്തോ 2ാമത്തെ വ്യക്തി, വിമ കാഡ്ഫീസസ് 3ാമത്തെ വ്യക്തി, കനിഷ്ക 4ാമത്തെ വ്യക്തി. ചില സോഴ്സിൽ ഈ പറയുന്ന വിമ താക്തോയെ കൗണ്ട് ചെയ്തിട്ടില്ല, പക്ഷേ ആളുടെ ടൈമിൽ ഉണ്ട്. അതുകൊണ്ടാണ് 1, 2, 3 പറയുന്നത്. ചില സോഴ്സിൽ 4 പേരെയും കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, 2ാമത്തെ ചോദ്യം കനിഷ്ക 3 ആണോ 4 ആണോ എന്നുള്ളത് ഡിസ്പ്യൂട്ടഡ് ആണ്, ചലഞ്ചബിൾ ആണ്. 1ാമത്തെ ചോദ്യം പറഞ്ഞല്ലോ. ഇനി 2ാമത്തേത്, Who among the following was the first Home Minister of Independent India? ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞേ. ഓപ്ഷനിൽ നെഹ്റു മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന പല ആൾക്കാരും ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞാണ്. ആ വ്യക്തിയെ പറ്റി ബർദോളി സത്യാഗ്രഹ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സെഷൻസ് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എവിടെയാണ് നർമ്മദ നദി പറഞ്ഞപ്പോൾ, അതിന് തീരത്ത് കാര്യം പറഞ്ഞപ്പോൾ, ഗുജറാത്ത് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയം വരുമ്പോൾ അമിത്ഷായെ പറ്റി പറഞ്ഞപ്പോൾ, ഇന്ന് മൂപ്പരിയിരിക്കുന്ന സ്ഥാനത്ത് ആദ്യം ഇരുന്ന വ്യക്തിയെന്ന് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇതൊരു ടയർ 2 ലെവൽ ചോദ്യമൊന്നുമല്ല. ഇത് ഏത് പരീക്ഷയ്ക്കും ചോദിക്കാവുന്ന സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ 948 ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാണ്. ഓർമ്മയില്ലേ? ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്ററാണ്. കോൺഗ്രസ് സെഷൻ പറഞ്ഞപ്പോൾ 931 കറാച്ചി സെഷൻ പറഞ്ഞു. അപ്പോൾ വല്ലഭായ് പട്ടേലിനെ പറ്റി പറഞ്ഞു. അപ്പോഴും ഞാൻ ഈ സാധനം തന്നെ പറഞ്ഞു. എന്താണ്? ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാണ്, ആദ്യത്തെ ഹോം മിനിസ്റ്ററാണ്. ഈ ചിത്രം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു. ഫസ്റ്റ് നെഹ്റു മിനിസ്ട്രി. ഇതിലെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോസ് നമ്മൾ പഠിച്ചു. അതിൽ ഹോം മിനിസ്ട്രി ആരാണ്? സർദാർ പട്ടേൽ. ഓപ്ഷനിൽ കണ്ട മൗലാന അബ്ദുൽ കലാം ആസാദ്, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ഓപ്ഷനിൽ കണ്ട ബൽദേവ് സിംഗ്, ഡിഫൻസ് മിനിസ്റ്റർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് മഹാത്മാഗാന്ധി 915 ഇന്ത്യയിലേക്ക് വന്നുവെന്നും റൗലറ്റ് സത്യാഗ്രഹയ്ക്ക് മുന്നേ ഇന്ത്യയിൽ ചാക്ക് സമരം നടത്തിയെന്നല്ലേ നമ്മൾ കോഡിൽ പഠിച്ചത്, അല്ലേ? CAK, ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേദ, ചമ്പാരൻ CH. അപ്പോൾ ചാക്ക് സമരമായല്ലോ. ഇതിൽ നമ്മൾ പറഞ്ഞു ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ മൂപ്പരുടെ ഒരു ഹങ്കർ സ്ട്രൈക്ക് ഉണ്ട്. അതാണ് അടുത്ത ചോദ്യം. എന്താണ്? ഗാന്ധിജി ഏത് വർഷമാണ് ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാര സമരം ലോഞ്ച് ചെയ്തത്? ഉത്തരം നോക്കി. ഇതിൽ 3 സമരങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. 917 ഫസ്റ്റ് സിവിൽ ഡിസൊബീഡിയൻസ്, ചമ്പാരൻ സത്യാഗ്രഹ. 918 ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക്, അഹമ്മദാബാദ്. അതല്ലേ നമ്മളോട് ചോദിച്ചത്. 918 തന്നെ ഖേദ സത്യാഗ്രഹ, ഗാന്ധിയുടെ ആദ്യത്തെ നോൺ കോപ്പറേഷൻ, നിസ്സഹകരണം, അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്? 918 ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്കാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. ഇതിൽ ആനന്ദമഠം നമുക്കറിയാം, ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലെങ്കിൽ ബങ്കിം ചന്ദ്ര ചാട്ടോപാധ്യായ. D2 അതെല്ലാവർക്കും അറിയാം. വന്ദേ മാതരമൊക്കെ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞുതരാണ്. അപ്പോൾ D2 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 2 ഓപ്ഷനിലേക്ക് എത്തും. ബാക്കി 2 എണ്ണം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കിയുള്ള ബുക്ക് അത്ര കോമൺ അല്ല. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മ ഉണ്ടാകും. ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ് ദ ഫിലോസഫി ഓഫ് ദ ബോംബ്. അതിൻ്റെ വ്യക്തി ഭഗവതി ചരൺ വോഹരയാണ്. അപ്പോൾ A3. അപ്പോൾ നമുക്ക് ഇതും എലിമിനേറ്റ് ചെയ്ത് നേരെ ഓപ്ഷനിലേക്ക് എത്താം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള 2 കണ്ടന്റ് നോക്കി. റെവല്യൂഷണറി ആക്ടിവിറ്റി 920കളിൽ നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അവസാനിച്ചതിന് ശേഷം നടന്ന റെവല്യൂഷണറി ആക്ടിവിറ്റീസിൽ എടുത്തു പറഞ്ഞ 2 വർക്കുകളുണ്ട്. ബണ്ടി ജീവൻ, എ ലൈഫ് ഓഫ് ക്യാപ്റ്റിവിറ്റി. ആരെഴുതിയത്? സച്ചീന്ദ്രനാഥ സന്യാൽ. നമുക്ക് ഭഗത് സിംഗിൻ്റെയൊക്കെ ഒരു ഗുരു, മെൻഡർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതേപോലെ പറഞ്ഞ മറ്റൊരു വർക്കാണ് പഥേർ ദാബി, ദ റൈറ്റ് ഓഫ് വേ, ശരത് ചന്ദ്ര ചാറ്റർജി.
ചോദ്യം നിങ്ങൾ നോക്കിയേ, ബണ്ടി ജീവൻ, പഥേർ ദാബി, സച്ചീന്ദ്രനാഥ സന്യാലും, ശരത് ചന്ദ്ര ചാറ്റർജി അല്ലെങ്കിൽ ചാത്തോപാധ്യായ. ആ വഴി നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിൽ ഫിലോസഫി ഓഫ് ബോംബെ എവിടെയാണ് പറഞ്ഞതെന്ന് നോക്കി എനിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് ടെലഗ്രാമിൽ നവനീത്, മൂപ്പരുടെ കാര്യം എടുത്ത് പറയണം. കാരണം മൂപ്പര് ഇപ്പോൾ ടയർ 2 എഴുതി അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്, ജോലി ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന ആളാണ്. ആൾ പറഞ്ഞു ഫിലോസഫി ഓഫ് ബോംബ് പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് ആ സ്ലൈഡ് കിട്ടിയില്ല. ഓക്കെ, ആനന്ദമഠം വന്ദേ മാതരം പഠിപ്പിച്ചപ്പോൾ 24 ജനുവരിയിൽ അത് അഡോപ്റ്റ് ചെയ്തെന്ന് പഠിപ്പിച്ചപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി മൂപ്പരുടെ ആനന്ദമഠത്തിൽ എഴുതിയതാണ് വന്ദേ മാതരം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എലിമിനേഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ 4 ഓപ്ഷനും അറിയാവുന്നതുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇത് ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. കാരണം ഇത്രയും ഫാക്റ്റുകൾ ആ ഒരു ഏരിയയിൽ കവറായിട്ടുണ്ട്, 4ഉം കവറായിട്ടുണ്ടെന്നത് വലിയ കാര്യമാണ്. ഇനി ഒരെണ്ണം മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എന്താ എലിമിനേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. 2 അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തും. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്സ് മെയ്ഡ് ദ പ്രസിഡൻറ്റ് ബൗണ്ട് ബൈ ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ? പ്രൈം മിനിസ്റ്റർ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രസിഡൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററിനെ പവർഫുൾ ആക്കുന്നതാണ്. 40, 46, 48, 42. ഇവിടെ നിങ്ങൾക്കൊരു കാൽക്കുലേറ്റർ കേസ് എടുക്കാം. 42 എന്ന് പറയുന്നത് നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 1976 ഇന്ദിരാഗാന്ധി അന്നത്തെ എമർജൻസി സമയത്ത് കൊണ്ടുവന്നാണ്. പ്രൈം മിനിസ്റ്ററാണ് സ്ട്രോങ് എന്ന് കാണിക്കാൻ വേണ്ടി, നമുക്കറിയാം. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഉത്തരം, അത് തന്നെയാണ് നമുക്ക് ആവേണ്ടത്. എന്നാൽ നമ്മുടെ ക്ലാസ്സിലല്ല, യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്ന വീഡിയോ ഞാൻ എല്ലാവരോടും കാണണം എന്ന് പറഞ്ഞാൽ ഒരു 5000-6000 പേര് ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അവർക്കതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 42ാമത്തെ അമെൻമെൻറ്റും 44ാമത്തെ അമെൻമെൻറ്റും പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞു. 44 പറയുന്നുണ്ട് പ്രസിഡന്റ് ടു ഡിക്ലെയർ നാഷണൽ എമർജൻസി ഓൺലി ഓൺ ദ റിട്ടൺ റെക്കമെൻഡേഷൻ ഓഫ് ദ ക്യാബിനറ്റ്. 42 ഉണ്ടാക്കിയ ഡാമേജ് തിരുത്തുക എന്നുള്ളതായിരുന്നു 44. അപ്പോൾ 42 ഉണ്ടാക്കിയ ഡാമേജാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായി. അടുത്തത് അസേർഷൻ ആൻഡ് റീസൺ ആണ്. ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. പാനിപ്പട്ട് എന്ന് പറയുന്ന ഹരിയാനയിലെ സ്ഥലത്ത് 3 പാനിപ്പട്ട് യുദ്ധമുണ്ട്, നമ്മൾ പഠിച്ചതാണ് അല്ലേ? ബാബറാണ് തുടങ്ങി വെച്ചത്, മുഗൾ സാമ്രാജ്യത്തിൻ്റെ തുടക്കം. എന്തെന്നാ പറയുന്നത്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് വാസ് വൺ ഓഫ് ദ ഡിസിസീവ് ബാറ്റിൽസ് ഓഫ് ഇന്ത്യ. വളരെ ജനറൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? നമുക്കറിയാം വൺ ഓഫ് ദ ഡിസിസീവ് ബാറ്റിൽസ് ആണ്. കാരണം മുഗൾ സാമ്രാജ്യം അപ്പോഴാണ് വന്നത് അല്ലേ? ഇറ്റ് ബ്രോട്ട് ഇൻ ടു പവർ എ ന്യൂ ബാൻഡ് ഓഫ് ഇൻവേഡേഴ്സ് കോൾഡ് മുഗൾസ്. അസേഷനും റീസണും കറക്റ്റാണ്. എന്തുകൊണ്ടാണിത് ഡിസിസീവ് എന്ന് പറയുന്നത്? ഇന്ത്യയുടെ ചരിത്രം മാറ്റിമറിച്ചതിൽ മുഗൾസിന് വലിയൊരു പങ്കുണ്ട്. മീഡിയവലിൽ നമ്മൾ ക്ലാസ്സിൽ 3 പാനിപ്പട്ട് യുദ്ധവും പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഫസ്റ്റ് നോക്കി ആരൊക്കെ തമ്മിലാണ്? ബാബറും ഇബ്രാഹിം ലോധിയും. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ലോധി ഡൈനാസ്റ്റിയുടെ അവസാനം, എൻഡ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മുഗൾ എംപയർ. വളരെ സിമ്പിളായിട്ടുള്ള ഫാക്റ്റാണ്. അതിൽ നിന്നും ചോദ്യം വന്നു. ഇതും ഡയറക്റ്റ് ചോദ്യമല്ലേ അല്ലേ? അടുത്ത് വായിച്ചേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്? നിങ്ങളെ ഞാൻ എടുത്ത് ജുഡീഷ്യറി പഠിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് പഠിച്ചപ്പോൾ പഠിപ്പിച്ചൊരു കാര്യമാണ് ആർട്ടിക്കിൾ 124. സുപ്രീം കോർട്ട് ജഡ്ജിൻ്റെ ക്വാളിഫിക്കേഷൻ താഴെ പറയുന്നതിൽ ഏതല്ല? നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. എ, ബി, സി കറക്റ്റാണ്, ഡി കറക്റ്റ് അല്ല. ആൻ അഡ്വക്കേറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട് ഫോർ അറ്റ്ലീസ്റ്റ് 10 years. ഇത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? നോക്കിയേ, ആർട്ടിക്കിൾ 124 ഇൻഡെപ്തായിട്ട് പറഞ്ഞപ്പോൾ, സുപ്രീം കോടതിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഇതാ ആർട്ടിക്കിൾ 124ൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. എന്തെന്നാണ് 3 കണ്ടീഷൻ? എ, ബി, സി. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള 3 കണ്ടീഷൻ. ഡി അവിടെ ഇല്ല. അതിനുള്ള ഉത്തരമായില്ലേ? അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് ലിബറലൈസേഷൻ? അത് ഞാൻ ക്ലാസ്സിൽ പറയണമെന്നൊന്നുമില്ല. ലിബറലൈസേഷൻ നമുക്കറിയാം. LPG റീഫോംസ്, മൻമോഹൻ സിംഗും നരസിംഹറാവും കൊണ്ടുവന്ന LPG റീഫോംസ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? പറഞ്ഞേ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആഗോളവൽക്കരണം എന്തെന്നാ സംഭവം? കുറേ കൂടെ ലിബറലാക്കുക, കുറേ ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുക. പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ഓർ റിമൂവിങ് ഗവൺമെൻറ് റെഗുലേഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ഓൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇത് നമ്മുടെ എക്കണോമിക്സ് ക്ലാസ്സിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ, ഇത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടും, ഇതിൻ്റെ അർത്ഥം അറിയാമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എന്നാലും പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് കേട്ടോ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ഹൂ അമംഗ് ദ ഫോളോയിങ് വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വെൻ ഇന്ത്യ ലോഞ്ച്ഡ് ഇറ്റ്സ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് ഇൻ പൊക്രാൻ? ഇപ്പോൾ ഡയറക്റ്റ് കഴിഞ്ഞു, ഇനി ഞാൻ പഠിക്കുക കൊണ്ടുവന്ന് കാലമടച്ചാണ്. 1970കളിൽ വർഹഗിരി വെങ്കട്ടഗിരി എന്ന് പറയുന്ന വ്യക്തി ഇന്ദിരാഗാന്ധിയുടെ അടുത്ത ആളായിരുന്നു. മൂപ്പര് എമർജൻസിക്ക് മുന്നേ സ്ഥാനത്ത് നിന്ന് മാറുന്നുണ്ട്. നമ്മൾ 1974 മെയ് 18
ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ന്യൂക്ലിയർ ടെസ്റ്റിനെ പറ്റിയും അന്നത്തെ പ്രധാനമന്ത്രിയെ പറ്റിയും ഇതേ ആർട്ടിക്കിൾ വെച്ച് പഠിച്ചാണ്. കാരണം 50 വർഷം 2024, പക്ഷേ അന്നത്തെ പ്രസിഡന്റ് ആരാണെന്ന് ഞാൻ നിങ്ങളോട് എടുത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രസിഡന്റിൻ്റെ ടൈം ലൈൻ പറഞ്ഞപ്പോൾ വർഹഗിരി വെങ്കട്ടഗിരി ബ്രീഫായിട്ട് പറഞ്ഞു, പക്ഷേ അതും ഇതും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഠിക്കുക കൊണ്ടുപോയി കലമുടച്ചു. മറ്റൊരു കലമുടച്ചത് വായിക്കണോ? മിഡ് ലാറ്റിറ്റ്യൂഡ് ഡെസേർട്ട് ക്ലൈമറ്റ്, കൊപ്പൻ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ. ഞാൻ ഇൻഡെപ്തായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ മാരത്തോണിൽ വളരെ ബ്രീഫായിട്ട്, അപ്പോൾ എനിക്കൊരു ക്ലാസ്സിൽ പഠിപ്പിച്ചെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, എന്നാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകാം CGNലെ ടയർ 1 മാരത്തോണിൽ ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് BWK എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താണ് CFA DWEF, അതിലെന്താണ് മിഡ് ലാറ്റിറ്റ്യൂഡ് ഡെസേർട്ട് ക്ലൈമറ്റ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതും പഠിക്കുക കൊണ്ടുവന്ന് കലവടച്ചാണ്. കാരണം ഇൻഡെപ്തായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയാലോ. 3, ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്ടി, ഒരു പ്രധാനപ്പെട്ട സൂഫി സെയിൻ്റാണ്. അജ്മീറിലുള്ള മൂപ്പരുടെ ഷ്രൈനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂപ്പര് ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യകാലത്തിൽ രാജാക്കന്മാരിൽ ഒരാളുള്ള ഇൽത്തുത്മിഷിൻ്റെ ഒക്കെ കണ്ടംപററി ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇലബാരി ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, ഈ 2 പേരെ പറ്റിയും പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഓൾറെഡി മറ്റൊരു പരീക്ഷയ്ക്ക് വെച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഈ ഒരു എക്സാക്റ്റ് ചോദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല, അതും ഞാൻ പഠിക്കുക കൊണ്ടുവന്ന് കലവടച്ചാണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആൻറ്റിസിഡൻറ്റ് റിവർ ഇൻ ഇന്ത്യ. നമ്മൾ ഇന്ത്യയിലെ ഡ്രെയിനേജ് സിസ്റ്റം പഠിച്ചപ്പോൾ ഗംഗ പഠിച്ചു, യമുന പഠിച്ചു, കോസി പഠിച്ചു, സിന്ധു പഠിച്ചു, ഗംഗയുടെ ട്രിബ്യൂട്ടറി പഠിച്ചു, അതിൽ കോസി പഠിച്ചു, യമുന പഠിച്ചു, സിന്ധു വേറെ പഠിച്ചു, ബ്രഹ്മപുത്ര വേറെ പഠിച്ചു, പെനിൻസുലാർ റിവേഴ്സ് വേറെ പഠിച്ചു. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ആൻറ്റിസിഡൻറ്റ് റിവറും കോൺസിക്വൻറ്റ് റിവറും ഒരു മാരത്തോണിൽ വളരെ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ പാറ്റേൺ മാറുന്നുണ്ടോ, അതോ ഒരുപാട് കാലം മുന്നേ ഉണ്ടായതാണ്, ലാൻഡ് ഫോം ഉണ്ടാകുന്നതിന് മുന്നേ ആണോ? അതാണ് ആൻറ്റിസിഡൻറ്റും കോൺസിക്വൻറ്റും. ഇതിൽ ഏത് നദിയാണെന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉത്തരം ഇവിടെ യമുനയാണ്. അതും പഠിക്കുക കൊണ്ടുവന്ന് കലമുടച്ചതാണ്. ഇനി മറ്റൊരു പഠിക്കുക കൊണ്ടുവന്ന് കലമുടക്കിൽ കാണിച്ചു തരാം. കേസിനെ പറ്റിയാണ്. പാർലമെൻറ്റ് cannot take away or abridge any of the fundamental right for implementing DPSP. ഞാൻ നിങ്ങൾക്ക് അമെൻമെൻറ്റ് ക്ലാസ് പഠിപ്പിച്ചപ്പോൾ ഇപ്പോഴും അതിൻ്റെ താഴെ കിടക്കുന്ന ഒരു കമൻറ്റാണ്. ഞാൻ എന്താ ഈ വ്യക്തിനെ കുഞ്ഞൂട്ടൻ 314 ഞാൻ സ്മരിക്കുന്നു. മൂപ്പര് ചോദിച്ചിട്ടുണ്ട്. എന്താ മൂപ്പര് ചോദിച്ചിട്ടുള്ളത്? മേജർ കോർട്ട് കേസസ് എടുക്കുമോ ലൈക്ക് കേശവാനന്ദ ഭാരതി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാകുമ്പോൾ 2020 മുതലുള്ളത് അത് മാത്രമാണേലും യൂസ്ഫുൾ ആയേനെ. ഞാനത് ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. സമയപരിമിതി മൂലം എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോയും അതാണ്. മൂപ്പര് പറഞ്ഞ കേശവാനന്ദ ഭാരതി ഓപ്ഷൻ ഉണ്ട്. സ്ഥിരം ചോദിക്കുന്ന റിസർവേഷനെ സംബന്ധിച്ച് ഇന്ദിരാസാനി കേസ്, ഫണ്ടമെൻ്റൽ റൈറ്റ് DPSP സംബന്ധിച്ച് ഗോലക്നാഥ്, അതാണ് ഉത്തരം. മിനർവ മിൽസ് കേസ്, ചമ്പകം ദൊരൈരാജം മുതൽ ഇന്നിങ്ങോട്ട് പുട്ടസ്വാമി കേസ് വരെ ഒരുപാട് കേസുകൾ, ഒരു 20-22 കേസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ ചെയ്തില്ല. അത് ചെയ്തിരുന്നെങ്കിൽ അതും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി. നിങ്ങൾ പലരും ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ പഠിക്കുക കൊണ്ട് കലവടച്ചല്ലേ. 20-ാം തീയതി മറ്റൊരു കേസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും ഉണ്ടായാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രിവൈൽ ചെയ്യും. അത് വളരെ പഴയ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. DPSPയേക്കാളും വലുതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്. ഓക്കെ, 1951 ചമ്പകം ദൊരൈരാജൻ കേസ് റിസർവേഷനെ സംബന്ധിച്ചൊരു കേസാണ് കേട്ടോ. അന്ന് തമിഴ്നാടൊന്നും ഉണ്ടായിട്ടില്ല, മദ്രാസ് എന്ന് പറയുന്ന സ്ഥലമാണ്. കാരണം 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ കേസുകൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ 2 ഷിഫ്റ്റിലും ഓരോ ചോദ്യം 3 മാർക്ക് വെച്ച് കിട്ടിയേനെ. ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. അടുത്തതാണ് എലിമിനേഷൻ ടെക്നിക്ക്. എലിമിനേഷൻ ടെക്നിക്ക് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും. ഈ സിനിമ നിങ്ങൾക്കറിയാം, സ്ലം ഡോഗ് മില്യണയർ. ഈ മൂപ്പരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഇദ്ദേഹത്തിനോട് ഉത്തരം പറയുന്നത്. അല്ലേ, കോൻ ബനേഗ കരോഡ്പതിയിൽ ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഉത്തരം പറയുന്നത്. നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന്, നമ്മൾ ചുറ്റുമുറം കാണുന്ന കാര്യങ്ങളിൽ നിന്ന്, നമ്മുടെ കോമൺ സെൻസിൽ നിന്ന് നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടോ? അപ്പോൾ ഈ എലിമിനേഷൻ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സൗത്ത് സെൻട്രൽ സോൺ? ജബൽപൂർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജബൽപൂർ ഓർത്തു വെക്കണം, മധ്യപ്രദേശ്. ബിലാസ്പൂർ, ഹാജിപൂർ, സെക്കന്ദരാബാദ്. നിങ്ങൾ നോക്കുമ്പോൾ സൗത്ത് സെൻട്രൽ സോണാണ്. ഇതെല്ലാം സെൻട്രൽ അല്ലെങ്കിൽ നോർത്തേൺ പോർഷനാണ്. ബീഹാർ, മധ്യപ്രദേശ് സെൻട്രൽ അല്ലെങ്കിൽ നോർത്തേൺ പോർഷനാണ്. സൗത്ത് സെൻട്രൽ എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയുടെ ഭാഗവും എന്നാൽ സെൻട്രൽ ഇന്ത്യയോട് ചേർന്നിരിക്കണം. അതിലാകെ ഉള്ളത് ഇന്നത്തെ തെലങ്കാനയിൽ കാണുന്ന സെക്കന്ദരാബാദാണ്. കോമൺ സെൻസ് അല്ലേ? അപ്പോൾ റെയിൽവേ പരീക്ഷ എഴുതുന്നവർ സോൺസ് എല്ലാം നോക്കി വെക്കണം കേട്ടോ. കാരണം നിങ്ങളോട് തീർച്ചയായിട്ടും ചോദിക്കും. അടുത്തത്, വിച്ച് ഇന്ത്യൻ സിറ്റി എക്സ്പീരിയൻസസ് ദ ലീസ്റ്റ് ഡിഫറൻസ് ഇൻ ആവറേജ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ ഇറ്റ്സ് ഹോട്ടസ്റ്റ് ആൻഡ് കോൾഡസ്റ്റ് മന്ത്സ്? ഏറ്റവും തണുത്ത സമയത്തും ഏറ്റവും ചൂടുള്ള സമയത്തും ആ ചൂടിൻ്റെയും തണുപ്പിൻ്റെയും എക്സ്ട്രീംസ് ഫീൽ ചെയ്യാത്തത് ഏത് സിറ്റിയാണ്? ഞാൻ നിങ്ങളോട് കടലിൻ്റെ
മോഡറേറ്റിംഗ് എഫക്റ്റ് പറഞ്ഞു. കടലിൻ്റെ മോഡറേറ്റിംഗ് എഫക്റ്റ് നമുക്ക് ചെന്നൈയിൽ കാണാൻ സാധിക്കും, നമുക്ക് നമ്മുടെ കൊച്ചിയിലും കോഴിക്കോടും കാണാൻ സാധിക്കും, നമുക്ക് മുംബൈയിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ കോസ്റ്റൽ സിറ്റിയാണ്. നിങ്ങൾ ഈ എക്സ്ട്രീം ഫോഗ്, എക്സ്ട്രീം ലെവൽ പൊല്യൂഷൻ എന്നൊക്കെ വാർത്തയിൽ വായിക്കുന്ന എവിടെയാണ്? ഡൽഹിയിലാണ്. കാരണം കടലില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്തേ. ഇതൊരു ജോഗ്രഫി ചോദ്യമാണ്. അപ്പോൾ ജോഗ്രഫി വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഓഡ് വൺ ഔട്ടായിട്ടുള്ള മാറി നിൽക്കുന്ന ആളാരാ? ശ്രീനഗർ കടലുണ്ടോ? ഇല്ല. ജമ്മു ആൻഡ് കാശ്മീർ. ഭോപ്പാൽ കടലുണ്ടോ? ഇല്ല. മധ്യപ്രദേശ്. ഡൽഹി കടലുണ്ടോ? ഇല്ലേ ഇല്ല. അല്ലേ? ഉത്തരം മുംബൈയാണ്. അപ്പോൾ ഓഡ് വൺ ഔട്ട് എന്നുള്ള മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. എലിമിനേഷൻ മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത്, വിച്ച് ഇൻ്റർനാഷണൽ ട്രീറ്റി വാസ് അഡോപ്റ്റഡ് ഇൻ 1992 ടു കോംബാറ്റ് ഗ്ലോബൽ വാർമിംഗ്? പത്രം വായിക്കാത്ത ആൾ വെറുതെ വീശാനാണെങ്കിൽ പത്രം എടുത്താൽ പോലും നിങ്ങൾ കേൾക്കാൻ പോകുന്ന സാധനമായിരിക്കും UNFCCC. ലേറ്റസ്റ്റ് സമ്മിറ്റ് നടന്നു. അതറിയാവുന്നവർ പറയുക. ഏത് രാജ്യത്താണ് ലേറ്റസ്റ്റ് സമ്മിറ്റ് നടന്നത്? 2024 എവിടെയാണ് നടന്നതെന്ന് നിങ്ങൾ പറയുക. UNFCCC. ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിച്ച ഗ്ലോബൽ വാർമിംഗ് എന്തുണ്ടാക്കും? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കും. എടോ, ഈ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നേരെ ഇതിലേക്ക് എത്താൻ ആരുടെയെങ്കിലും സഹായം വേണോ? കാലാവസ്ഥാ വ്യതിയാനം, ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം, ഇതൊക്കെ എത്ര കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. 1992 എർത്ത് സമ്മിറ്റിലാണ് ഇതിൻ്റെ തുടക്കം. ക്ലിയർ? അടുത്തത്, who urged political parties to engage in discussions that inspire unity rather than division and promote ideas instead of personal attacks? ഇലക്ഷൻ്റെ സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യരുത്, ഇന്ത്യൻ യൂണിറ്റിയെ പറ്റി പറയണമെന്ന് നാഷണൽ വോട്ടേഴ്സ് ഡേയിൽ പറഞ്ഞത് ആരാണ്? നാഷണൽ വോട്ടേഴ്സ് ഡേ. അതെന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ഇത് കറണ്ട് അഫയേഴ്സ് ആണ്. പക്ഷേ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കാരണം എവിടെ പോയി? നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റി പറഞ്ഞില്ലേ? ഇതാ ഇവിടെ. അപ്പോൾ ഇവിടെയല്ല. നാഷണൽ വോട്ടേഴ്സ് ഡേ, സർദാർ വല്ലഭായ് പട്ടേലല്ലോ. പിന്നെ 24 പ്രത്യേകത എന്താണ്? വന്ദേ മാതരം. അതേ കിടക്കുന്നു, വന്ദേ മാതരം. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, 24-ാം തീയതി ജനഗണമന വന്ദേ മാതരം അഡോപ്റ്റ് ചെയ്യുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെടുന്നു. 26-ാം തീയതി ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നു. 25-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നു. അത് വോട്ടേഴ്സ് ഡേ, നാഷണൽ വോട്ടേഴ്സ് ഡേ ആകുന്നു. അപ്പോൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആകാനുള്ള കാരണം എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നതാണ്. ഇനി നിങ്ങളിതൊന്ന് വായിച്ചു നോക്കി. യെസ്, ആരായിരിക്കും അങ്ങനെ പറയാൻ കാര്യം? നമുക്കറിയാം, കോൺഗ്രസ് പറയും പ്രധാനമന്ത്രി ഞങ്ങളെപ്പറ്റി പറഞ്ഞത് തെറ്റാണ്, ആഭ്യന്തരമന്ത്രി ഞങ്ങളെപ്പറ്റി പറഞ്ഞത് തെറ്റാണ്, അല്ലേ? ഒരു പക്ഷേ ചീഫ് ഇലക്ഷൻ കമ്മീഷണറോ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ ആകാം. നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന ദിവസമാണെന്ന് പറയുമ്പോൾ അവിടെ സംസാരിക്കാൻ ചാൻസ് കൂടുതൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു റിസ്ക് എടുത്തൂടെ? ബിക്കോസ് യു ആർ എലിമിനേറ്റിംഗ് 2 ഓപ്ഷൻസ്. കാരണം അവർക്ക് രാഷ്ട്രീയമുണ്ട് പറയാൻ, ഇവർക്ക് രാഷ്ട്രീയമില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്, കാരണം ആൾ BJP-കാരിയായിരുന്നു നിലവിൽ, അല്ലേ? ദ്രൗപദി മുർമു. അങ്ങനെ ഉത്തരത്തിലേക്ക് എത്തിക്കൂടെ? കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാനും പഠിക്കണം. കണ്ണും പൂട്ടി ഉത്തരം കൊടുക്കാനല്ല, കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ. അടുത്തത്, ഗ്രീൻ റെവല്യൂഷനെ പറ്റി. എന്തിനായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ? പട്ടിണി പാവങ്ങളുടെ രാജ്യത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണം. അതാണ് ഗ്രീൻ റെവല്യൂഷൻ്റെ ഉദ്ദേശം, അല്ലേ? ഗ്രീൻ റെവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് മൂപ്പര്. ഈ അടുത്താണ് മരിക്കപ്പെട്ടത്, അന്തരിച്ചത്. അപ്പോൾ മൂപ്പരെ പറ്റി ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്, ഗ്രീൻ റെവല്യൂഷനെ പറ്റി കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിച്ചിട്ടുണ്ട്. എന്തെന്നാ? ഇതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. റൈസും കോട്ടണും, വീറ്റും ഷുഗർ കെയിനും, റൈസും പൾസസും, വീറ്റും റൈസും. കോട്ടൺ കഴിക്കുകയോ? ഇല്ല. ഷുഗർ കെയിൻ എല്ലാ ദിവസവും നമുക്ക് കഴിക്കാനുണ്ടോ? പട്ടിണി മാറാൻ ഷുഗർ കെയിനാണ് കൊടുക്കുന്നത്? അല്ല. പൾസ് നല്ലതാണ്, ന്യൂട്രീഷൻ കൂടുതലാണ്, നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? നമുക്ക് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് പൾസ് പയർവർഗ്ഗങ്ങൾ കിട്ടുന്നുണ്ടോ? ഇല്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സ്റ്റേപ്പിൾ ഫുഡ് എന്താണ്? താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് റൈസും, മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വീറ്റും. ഉത്തരം കിട്ടിയില്ലേ? അഗൈൻ കോമൺ സെൻസ് അല്ലേ? മറ്റൊരു ഷിഫ്റ്റിലും ഗ്രീൻ റെവല്യൂഷനെ പറ്റി ചോദിച്ചു. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ വരുന്നതിന് മുമ്പ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ അവസ്ഥ? ഇതും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, ജസ്റ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കിയേ. ഓൾഡ് ടെക്നോളജി കറക്റ്റാണ്. ആബ്സെൻസ് ഓഫ് റിക്വയർഡ് ഇൻഫ്രാസ്ട്രക്ചർ കറക്റ്റാണ്. അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ടായിരുന്നോ? ഇല്ല. ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ഒരു റെവല്യൂഷൻ്റെ ആവശ്യമുണ്ടോ? അടുത്തത്, അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോഴേ അത് പോയി. ട്രഡീഷണൽ ടെക്നോളജി ഓക്കെ. അബണ്ടൻസ് ഓഫ് റിക്വയർഡ് ഇൻഫ്രാസ്ട്രക്ചർ, ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അവിടെ ഉത്തരം നമുക്ക് എയിലേക്ക് വരാം. ഇതൊക്കെ നിങ്ങളുടെ വളരെ കോമൺ ആയിട്ടുള്ള, നിങ്ങൾ വായിച്ച് നിങ്ങളുടെ ലോജിക്കിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. ഇത് ചോദിക്കാൻ കാരണം എന്താണ്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എപ്പോഴാണ് മരണപ്പെട്ടതെന്ന് നിങ്ങൾ
വായിച്ച് നോക്കുക. ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ GK സിംപ്ലിഫൈഡിൽ ഞാൻ നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ടും കണ്ടൻറ്റും മൂപ്പർക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സും മൂപ്പരെ പറ്റി എന്തൊക്കെ ചോദിക്കാമെന്നുള്ള കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നു. ഗ്രീൻ റെവല്യൂഷൻ്റെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഈ ഒരു PDF ഞാൻ GK സിംപ്ലിഫൈഡിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. 2011 സെൻസസ് എത്ര പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കില്ല. എടോ ലാസ്റ്റ് നടന്ന സെൻസസ് 2011, ഇത് 2024, 2021 നടക്കണമായിരുന്നു, നടന്നില്ല. ചിലപ്പോൾ 2026 നടന്നേക്കാം. ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്കെല്ലാം അടുത്ത സെൻസസ് വരെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെൻസസിനെ പറ്റി നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവുന്നില്ല. ഞാനൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ പറയുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യാണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ചെയ്യാം. സെൻസസ് 2010 പറ്റി വളരെ സിമ്പിളായിട്ട് ചോദിച്ചു. ഹിന്ദു റിലീജിയൻ്റെ പോപ്പുലേഷൻ ഗ്രോത്ത്. സെൻസസിനെ പറ്റി മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ചോദിച്ചു. സെൻസസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 18-ാം തീയതി, ഇത് 20-ാം തീയതി. 18-ാം തീയതി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. 2001, 2011 സെൻസസ് തമ്മിലുള്ള വേരിയേഷൻ, അതിലെ പോപ്പുലേഷൻ ഗ്രോത്തും മറ്റും തമ്മിലുള്ള വേരിയേഷൻ, പോപ്പുലേഷൻ ഇൻക്രീസ് എത്രയാണെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടോ ചോദ്യം എന്ന് പറയാൻ കഴിയില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാൽ സെൻസസ് അത്യാവശ്യം പഠിച്ചൊരു കുട്ടിക്ക് അറിയാം. ഇനിയൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ സെൻസസ് പഠിക്കാണ്ട് ദയവ് ചെയ്ത് പോകരുത് കേട്ടോ. സെൻസസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആൻറ്റിസിഡൻറ്റ് റിവർ ഇൻ ഇന്ത്യ? നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ്. ക്ലിയർ? പഠിക്കുക കൊണ്ടുവന്ന് കലവടച്ച ഒരു ചോദ്യമാണ്. യെസ്, ഓൾ എവിടെ പോയി? ഐസോക്ലൈൻസ് എന്തെന്നാണ്? ആർ എക്സ്പാൻഷൻ പാത്സ്. ഐസോക്ലൈൻ, നമ്മൾ ഹാലോക്ലൈൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ഒരേപോലെ ഇരിക്കുന്ന സാധനങ്ങൾ ജോയിൻ ചെയ്യുന്നതാണ്. ഇതൊരു ജോഗ്രഫി കോൺസെപ്റ്റാണ്, ഐസോക്ലൈനും എക്സ്പാൻഷൻ പാത്തും. പക്ഷേ ഞാനിത് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇത് പഠിപ്പിക്കാത്ത ചോദ്യത്തിൻ്റെ ഉദാഹരണമാണ്. ദ റൊട്ടേറ്റിംഗ് കോളംസ് ഓഫ് എയർ ദാറ്റ് occur over every water bodies and are generally less severe than land tornadoes are known as dash. ഇത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല. ഉത്തരം വാട്ടർ സ്പ്രൗട്ടാണ്. ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാനൊരു ആർട്ടിക്കിൾ ഷെയർ ചെയ്തിരുന്നു. ഏത്? GK സിംപ്ലിഫൈഡിൽ. ഏതാണ് ആർട്ടിക്കിൾ എന്നറിയോ? ഈ ആർട്ടിക്കിൾ, വാട്ട് ഈസ് എ വാട്ടർ സ്പ്രൗട്ട്. നടന്നത് എപ്പോഴാണ് നോക്കി? ഓഗസ്റ്റ് 2024. എടോ, കറണ്ട് അഫെയർസിൽ വന്ന ജോഗ്രഫിയാണ്. നമ്മളോട് ചോദിക്കും. ഷെയർ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? സിസിലി, നമ്മുടെ അൽപാച്ചിനോടെ നാടില്ലേ, ഗോഡ് ഫാദർ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന സിസിലി. ഈ സിസിലിയുടെ ഭാഗത്ത് ഒരു ലക്ഷറി കപ്പൽ, ഒരു ലക്ഷറി യാട്ട് 22 ആൾക്കാരുമായിട്ട് മിസ് ചെയ്തു. അതിൽ കുറച്ച് പേര് മരിച്ചു. മരിച്ചവരിലൊരു പ്രധാനി ഉണ്ടായിരുന്നു, മൈക്ക് ലിഞ്ച്. ബ്രിട്ടീഷ് ബിൽഗേറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു ബില്യണയർ ആയിരുന്നു മൈക്ക് ലിഞ്ച്. അപ്പോൾ മൂപ്പരുടെ യാട്ട് മറിഞ്ഞ് മൂപ്പര് മരിക്കാൻ കാരണമായത് വാട്ടർ സ്പ്രൗട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാർത്തയാണിത്. ഇത് വാട്ടർ സ്പ്രൗട്ടിൻ്റെ ഒരു ചിത്രമാണ്. അപ്പോൾ ഇത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ക്ലാസ്സിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടാം, നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എലിമിനേഷൻ കിട്ടാം. നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് വായിക്കാൻ സമയം കിട്ടുന്നില്ല. പറ്റുന്ന പോലെ വായിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏതെങ്കിലുമൊക്കെ ഒരു ചോദ്യം കിട്ടാം. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും കളക്റ്റീവ് എഫേർട്ടാണ് നമുക്ക് നടക്കുന്നത്. ഞാൻ മാത്രം പഠിപ്പിക്കുന്ന കാര്യം കൊണ്ടല്ല കിട്ടുന്നത്, നമ്മുടെ കളക്റ്റീവ് എഫേർട്ടിൽ നിന്നാണ് നമുക്ക് ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം നടത്തുന്ന SSC RRB നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ടയർ 2 പരീക്ഷയാണ് CGLൻ്റെ. അപ്പോൾ അതിൽ ഇത്രയധികം റിഫ്ലക്ഷൻസ്, ഇത്രയധികം എലിമിനേഷൻ ടെക്നിക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന കണ്ടന്റിൽ നിന്നും ഇത്രയധികം ചോദ്യങ്ങൾ GKക്ക് മാത്രം നമുക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ, ഇതേപോലെ GKയിൽ അല്ലെങ്കിൽ ജനറൽ സയൻസിൽ കറണ്ട് അഫെയർസിലൂടെ ചോദ്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ഇതൊരിക്കലും ഒരു ബുദ്ധിമുട്ടായി മാറുകയില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, GK പഠിച്ചിട്ട് കാര്യമില്ല, GK പ്യുവർ ലക്കാണ്, അല്ലെങ്കിൽ GK പഠിക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് പറഞ്ഞു തരുന്നവരോട് പറയുക, നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും നിങ്ങൾ റീസണിങ്ങിലും നിങ്ങൾ ഇംഗ്ലീഷിലും ടോപ്പ് പെർഫോമൻസ് നടത്തണം. അപ്പോഴേ നിങ്ങൾ കോമ്പറ്റീഷനിലുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, ദേ വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് നിങ്ങൾ അതിനകത്ത് നല്ല പെർഫോമൻസ് നടത്തണം. 30, 27, 28 ഇംഗ്ലീഷ് 45 ഒരു 40+ നിങ്ങൾക്ക്, 40 അല്ല 42+ നിങ്ങൾക്ക് മാർക്ക് വേണം. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ജനറൽ അവെയർനെസ്, ജനറൽ നോളജ് ആണ്. ഓക്കെ, അപ്പോൾ എഗെയിൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മെത്തേഡ് ഹെൽപ്ഫുൾ ആയെങ്കിൽ, അല്ലെങ്കിൽ ഏത് ഏരിയ ആണെന്ന് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ള ഹെൽപ്ഫുൾ ആയെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് ഏത് പരീക്ഷയ്ക്കാവട്ടെ, അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി ഈ വർഷം തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ. ബൈ.